തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിജെപി അംഗങ്ങൾ മത്സരിക്കും. നിർണായക സ്ഥലങ്ങളിൽ ഭരണസമിതി ഉണ്ടാക്കാൻ ആരെയും പിന്തുണയ്ക്കേണ്ടെന്നും തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചു. ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് ആലോചിക്കാനാണ് യോഗം ചേർന്നത്. ഭരണസ്തംഭനം ഒഴിവാക്കാൻ ജയിച്ച അംഗങ്ങൾ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കും. ബിജെപിയുടെ വോട്ട് ഈ രണ്ട് മുന്നണികൾക്കും കൊടുക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. തെക്കൻ ജില്ലകളിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും പാർട്ടിയുടെ പരമ്പരാഗത ശക്തികേന്ദ്രമായ കാസർകോട്ട് തിരിച്ചടി നേരിട്ടതിനെക്കുറിച്ച് യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. ഈ ജില്ലകളിലെ മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെ പ്രചാരണം നടത്തിയതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞതെന്നും അഭിപ്രായമുയർന്നു. അതേസമയം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ബിജെപിയെ തോൽപ്പിക്കാൻ സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പ്രവർത്തിച്ചെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. രണ്ട് വാർഡുകളിലെ കണക്കുകൾ UDF-ന് 358 വോട്ട്, ബിജെപിക്ക് 330 വോട്ട്, CPM-ന് 48 വോട്ട്. അങ്ങനെ ഒരു കാര്യം കണ്ണൂർ ജില്ലയെക്കുറിച്ച് അറിയുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കോയമ്പത്തൂരിൽ ചികിത്സയിലായിരുന്നതിനാൽ മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ യോഗത്തിൽ പങ്കെടുത്തില്ല. മനോരമ ന്യൂസ്,